ഇത് റേഡിയോ ജനവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുര തരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഉക്രൈനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധം വർദ്ധിപ്പിക്കും എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. റഷ്യയെ സഹായിക്കുന്ന ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്കെതിരെയും ശിക്ഷണ നടപടികൾ ഉണ്ടാകുമെന്നും ട്രംപ് സൂചിപ്പിച്ചിരുന്നു. ലോകത്ത് ഏറ്റവും വലിയ ആണവായുധ ശേഖരമുള്ള ഒരു രാജ്യമാണ് റഷ്യ എന്ന കാര്യം ട്രംപ് മറക്കരുത് എന്നാണ് റഷ്യയുടെ മുൻ പ്രസിഡന്റ് ഡിമിത്രി മെദ്വേവ് പ്രതികരിച്ചത്. ആണവായുധ ശേഷിയുള്ള 2 മുങ്ങിക്കപ്പലുകൾ റഷ്യൻ സൈന്യത്തിനടുത്തേക്ക് നീങ്ങാൻ ഉത്തരവ് നൽകിക്കൊണ്ട് ട്രംപും പ്രതികരിച്ചു. എന്നാൽ ട്രംപിന്റെ ഉത്തരവോ ഡിമിത്രി മെദ്വേവിന്റെ ഭീഷണിയോ 2 രാജ്യങ്ങളും ഗൗരവമായി എടുത്തിട്ടില്ല. നേരത്തെ നിശ്ചയിച്ചിരുന്നത് പോലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോക്ക് ബുധനാഴ്ച മോസ്കോ സന്ദർശിക്കുകയും പുടിൻ അടക്കമുള്ള നേതാക്കന്മാരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തി എന്ന വാർത്തയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വാഗതം ചെയ്തു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ ആ രാജ്യത്തെ സഹായിക്കുകയാണെന്നും ഇത് നിർത്തിയില്ലെങ്കിൽ ശിക്ഷണ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ തീരുമാനത്തെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ ഇടം നേടിയത്. കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി തന്നെ ഭാരത സർക്കാർ ഈ വാർത്ത നിഷേധിച്ചു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നും വ്യക്തമാക്കി. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ. വില കുറച്ചാണ് റഷ്യയിൽ നിന്നും ഇന്ത്യക്ക് എണ്ണ ലഭിക്കുന്നത്. അമേരിക്കയ്ക്കൊപ്പം നിൽക്കാനായി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ ഇന്ത്യക്കുണ്ടാകുന്ന നഷ്ടം വളരെ വലുതായിരിക്കും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ഒപ്പുവെക്കാനുള്ള ചർച്ചകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ചുമത്താൻ പ്രസിഡന്റ് ട്രംപ് തീരുമാനിച്ചു. ഏഷ്യൻ രാജ്യങ്ങളായ ജപ്പാൻ, ദക്ഷിണ കൊറിയ, വിയറ്റ്നാം, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നികുതി ഇതിലും കുറവാണ്. വ്യാപാരത്തേക്കാൾ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മൂലമാണ് ഇന്ത്യയുടെ നികുതി ഉയർത്തിയത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഡോളർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ബ്രിക്സിൽ ഇന്ത്യ അംഗമായി തുടരുന്നതാണ് അമേരിക്കയുടെ വിരോധത്തിൻ്റെ ഒരു കാരണം. അമേരിക്കയുടെ ഉപരോധം അവഗണിച്ച് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതാണ് മറ്റൊരു കാരണം. ഇംഗ്ലണ്ടുമായി ഒപ്പുവെച്ച കരാറിനെതിരെ ഇന്ത്യയിലെ 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ട്രംപ് ആവശ്യപ്പെടുന്നത് പോലെ കാർഷിക മേഖല അമേരിക്കയ്ക്കായി തുറന്നു കൊടുക്കുന്നതിനെയും ഈ സംഘടനകൾ അംഗീകരിക്കുന്നില്ല. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ട്രംപിന്റെ മുദ്രാവാക്യം ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു എന്ന്
ഇദ്ദേഹം കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയ ഒരു പ്രസംഗത്തിലൂടെ വ്യക്തമാക്കി. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങി അമേരിക്കൻ കമ്പ്യൂട്ടർ മേഖലയിലെ പ്രമുഖന്മാർ പങ്കെടുത്ത സമ്മേളനത്തിലാണ് ട്രംപ് തന്റെ നിലപാട് വിശദീകരിച്ചത്. കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ജോലി നൽകരുത് എന്നാണ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടത്. ഇതു കേട്ട് സദസ്സ് സ്തംഭിച്ചുപോയി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പഴയതുപോലെ അമേരിക്കൻ കമ്പനികളുടെ കാരുണ്യത്തിൽ കഴിയുന്നവരല്ല കമ്പ്യൂട്ടർ വിദഗ്ധരായ ഇന്ത്യക്കാർ. സുന്ദർ പിച്ചയെ പോലെ കമ്പനികളുടെ തലപ്പത്ത് നിരവധി ഇന്ത്യക്കാരുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയിൽ തങ്ങളുടെ മേധാവിത്വം ഇന്ത്യ കൈയടക്കും എന്ന ഭയം മൂലമാണ് ഇന്ത്യക്കാരെ ഒഴിവാക്കാൻ ട്രംപ് ആവശ്യപ്പെടുന്നത് എന്നാണ് അമേരിക്കക്കാരനായ എലൻ മസ്ക് അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യക്കാരെ അല്ലാതെ മറ്റു വിദേശികളെ ഒഴിവാക്കാൻ ട്രംപ് ആവശ്യപ്പെടുന്നില്ല. ദക്ഷിണാഫ്രിക്ക, ടുണീഷ്യ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങൾ അമേരിക്കയിലേക്കു കയറ്റുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും നികുതി 25% മുതൽ 30% വരെ വർദ്ധിപ്പിക്കാനാണ് ട്രംപിന്റെ തീരുമാനം. യാതൊരു ചർച്ചകളും കൂടാതെ ഏകപക്ഷീയമായിട്ടാണ് നികുതി വർദ്ധിപ്പിച്ചത്. അമേരിക്കയിലേക്ക് ഈ രാജ്യങ്ങളുടെ കയറ്റുമതി കൂടുതലും ഇറക്കുമതി കുറവുമാണ്. തന്മൂലമുണ്ടാകുന്ന നഷ്ടം നികത്താനാണ് നികുതി വർദ്ധിപ്പിച്ചത് എന്നാണ് ട്രംപിന്റെ വിശദീകരണം. വർദ്ധിപ്പിച്ച നികുതി നൽകി അമേരിക്കയുമായുള്ള വ്യാപാരം തുടരാൻ പല ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും കഴിയുന്നില്ല. പുതിയ വിപണി തേടി മറ്റു വിദേശ രാജ്യങ്ങളെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഒട്ടുമിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളും. ഈ അവസരം പരമാവധി മുതലാക്കാനാണ് ചൈനയുടെ നീക്കം. ചൈനയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് ചൈന വാഗ്ദാനം ചെയ്യുന്നത്. ആഫ്രിക്കയിൽ തങ്ങളുടെ പ്രതിയോഗിയായ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്നത് ലാഭനഷ്ട കണക്കുകൾ മാത്രം നോക്കുന്ന ട്രംപിന് കാണാൻ കഴിയുന്നില്ല. ഗാസയുടെ ഭരണം പാലസ്തീൻ അതോറിറ്റിക്ക് വിട്ടുകൊടുക്കാനും നിരായുധീകരിക്കാനും ഒരു പ്രസ്താവനയിലൂടെ പ്രധാനപ്പെട്ട അറബ് രാഷ്ട്രങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഹമാസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഹമാസ് പ്രതികരിച്ചത്. ഇതിന്റെ തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം വന്നു. ഗാസയെ പൂർണ്ണമായും കീഴടക്കാതെ തങ്ങളുടെ സുരക്ഷയും ഹമാസിന്റെ പക്കലുള്ള ബന്ദികളുടെ മോചനവും ഉറപ്പാക്കാൻ കഴിയില്ല. ഹമാസിനെ പരാജയപ്പെടുത്തി എത്രയും വേഗം ഗാസ പിടിച്ചെടുക്കാൻ ചൊവ്വാഴ്ച നെതന്യാഹു സൈനികരോട് ആവശ്യപ്പെട്ടു. 2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിനെ തുടർന്നാണ് ഈ യുദ്ധം ആരംഭിച്ചത്. ഇസ്രായേലിന്റെ ആക്രമണത്തെ വംശഹത്യ എന്നാണ് അമേരിക്ക ഒഴികെയുള്ള ലോകരാഷ്ട്രങ്ങൾ വിശേഷിപ്പിക്കുന്നത്. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയിരുന്നതിലും കൂടുതലാണ് ഈ യുദ്ധത്തിന് ട്രംപ് നൽകുന്ന പിന്തുണ. ഈ പിന്തുണ കൊണ്ടാണ് ലോകരാഷ്ട്രങ്ങളെ അവഗണിച്ച് ഇസ്രായേൽ യുദ്ധം തുടരുന്നത്. 1945 ഓഗസ്റ്റ് 6-നാണ് ആദ്യമായി ആറ്റം ബോംബ് ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക പരീക്ഷിച്ചത്. 9-ാം തീയതി വീണ്ടും ഒരു ആറ്റം ബോംബ് നാഗസാക്കിയിലും പരീക്ഷിച്ചു. 2 നഗരങ്ങളും അക്ഷരാർത്ഥത്തിൽ തന്നെ കത്തിച്ചാമ്പലായി. ബോംബിട്ട ദിവസം ഹിരോഷിമയിൽ 1.5 ലക്ഷം പേരും നാഗസാക്കിയിൽ 74,000 പേരും കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ദുരന്തം കഴിഞ്ഞിട്ട് 80 വർഷങ്ങളായി. ലോകത്തെ 3 പ്രാവശ്യം ചുട്ടുകരിക്കാൻ കഴിയുന്നത്ര ആണവായുധ ശേഖരവുമായിട്ടാണ് ലോകരാഷ്ട്രങ്ങൾ മുൻപോട്ടു പോകുന്നത്.
ഈ അടുത്ത കാലത്ത് ആണവശക്തികളായ പാകിസ്ഥാനും ഇന്ത്യയും ഏറ്റുമുട്ടിയത് വലിയ ഉത്കണ്ഠയോടെയാണ് ലോകരാഷ്ട്രങ്ങൾ കണ്ടത്. ആറ്റം ബോംബ് നിർമ്മിക്കുന്നത് തടയാനാണ് അമേരിക്ക ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചത്. വലിയ ആണവായുധ ശേഖരമുണ്ടെങ്കിലും ഉക്രൈനെതിരെ അത് ഉപയോഗിക്കാൻ റഷ്യ ശ്രമിക്കുന്നില്ല. സർവനാശത്തെക്കുറിച്ചുള്ള ഭയമാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്നത്. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളുടെ മേൽ ചുമത്തിയ 25% നികുതി വർധനവ് ഈ വ്യാഴാഴ്ച നിലവിൽ വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം നികുതി 50% വർദ്ധിപ്പിച്ചതായും ട്രംപ് അറിയിച്ചു. റഷ്യയുമായുള്ള സഹകരണം തുടർന്നാൽ ശിക്ഷണ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ ട്രംപ് സൂചന നൽകിയിരുന്നതാണ്. ശിക്ഷണ നടപടി എന്ന നിലയ്ക്കാണ് പകരച്ചുങ്കം 25% നിന്നും 50% വർദ്ധിപ്പിച്ചത്. പുതിയ വർധനവ് നടപ്പിലാക്കാൻ 3 ആഴ്ചത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുവഴി ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ ഇന്ത്യ റഷ്യയെ പിന്തുണയ്ക്കുന്നു എന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. ഏഷ്യയിൽ നിന്നുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. എന്നിട്ടും ഏറ്റവും ഉയർന്ന പകരച്ചുങ്കമാണ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബ്രസീൽ ഉൽപ്പന്നങ്ങളുടെയും നികുതി 50%. ഇന്ത്യയും ബ്രസീലും ബ്രിക്സ് എന്ന സംഘടനയുടെ സ്ഥാപക അംഗങ്ങളാണ്. ഒരു കുടുംബത്തിന് ഒരു കുട്ടി എന്ന നയം വളരെ കർശനമായി നടപ്പിലാക്കിയിരുന്ന ഒരു രാജ്യമാണ് ചൈന. രണ്ടാമതൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് അടുത്തു വരുന്ന തുകയാണ് പിഴയായി മാതാപിതാക്കന്മാരിൽ നിന്നും ഈടാക്കിയിരുന്നത്. പിഴ നൽകാൻ കഴിവില്ലെങ്കിൽ ഗർഭഛിദ്രം നടത്താനും സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തായിരുന്ന ചൈന ഇപ്പോൾ 2-ാം സ്ഥാനത്താണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കുട്ടികൾ 3 വരെ ആകാൻ അനുമതി നൽകിയെങ്കിലും ജനസംഖ്യയിൽ വർധനവുണ്ടായില്ല. 2025 ജനിക്കുന്ന ഓരോ കുട്ടിക്കും 3 വയസ്സ് തികയുന്നതുവരെ 5000 രൂപയ്ക്ക് അടുത്ത തുക സബ്സിഡിയായി നൽകുന്ന ഒരു പദ്ധതി കഴിഞ്ഞ ആഴ്ചയിൽ സർക്കാർ പ്രഖ്യാപിച്ചു. ശിശുപരിപാലനത്തിൻ്റെ ചിലവ് വളരെ കൂടുതലാണെന്നും സബ്സിഡി ഉയർത്തണം എന്നുമാണ് പലരും ആവശ്യപ്പെടുന്നത്. നിയന്ത്രണങ്ങൾ ഉപേക്ഷിച്ച് പ്രോത്സാഹനം നൽകി ജനസംഖ്യ ഉയർത്താനാണ് ചൈനയുടെ ശ്രമം. നാലു വക്കീലന്മാരെ ജഡ്ജിമാരായി നിയമിക്കാൻ ബോംബെ ഹൈക്കോടതി നൽകിയ ശുപാർശ ജൂലൈ 28 സുപ്രീം കോടതി അംഗീകരിച്ചു. ഇതിൽ ആരതി അരുൺ സാഥി എന്ന വക്കീലിന്റെ നിയമനം വിവാദമായി. ഇവർ നേരത്തെ ഭരണകക്ഷിയുടെ വക്താവായിരുന്നു. നീതിന്യായ വ്യവസ്ഥിതിയുടെ മേന്മയും നിഷ്പക്ഷതയും പരിഗണിച്ച് ഈ നിയമനം റദ്ദാക്കണം എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെടുന്നത്. ഈ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നതിന് മുമ്പ് തന്നെ ഭരണകക്ഷിയുടെ വക്താവ് എന്ന സ്ഥാനം ഇവർ രാജിവെച്ചിരുന്നു എന്നാണ് ഭരണകക്ഷിയുടെ വിശദീകരണം. വ്യക്തമായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരാളെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കാമോ എന്നതാണ് ചോദ്യം. വിവാദമാകുന്ന കേസുകളിൽ രാഷ്ട്രീയ പക്ഷപാതം കൂടാതെ തീരുമാനമെടുക്കാൻ ഇങ്ങനെ നിയമനം ലഭിക്കുന്ന ന്യായാധിപന്മാർക്ക് കഴിയുമോ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിൽ അവിഹിതമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇത്തരം നിയമനങ്ങൾ വഴിയൊരുക്കും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.